അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 34-ാമത്തെ പഠനത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പുതിയ നിയമത്തിൻ്റെ വളരെ സുപ്രധാനവും നിർണായകവും ആയിട്ടുള്ള വളരെ ഈടുറ്റ ഒരു ലേഖനം, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന ലേഖനം. ഈ ലേഖനം വളരെ പ്രധാനമാണ്. അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്നത്തെ സുപ്രധാന നഗരമായ റോമൻ നഗരത്തിലുള്ളവർക്കായി നൽകപ്പെടുന്ന ലേഖനം. ഈ ലേഖനത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങളാണ്. പൗലോസ് മുഖ്യമായിട്ട് ഇവരോട് പറയാനുണ്ടായിരുന്നത്, ദൈവത്തിൻ്റെ നീതി നിങ്ങൾക്ക് ആവശ്യമാണ്. പുറജാതികളുടെ ലോകത്തിന് മാത്രമല്ല, യഹൂദ സമൂഹത്തിനും ആവശ്യമായിരിക്കുന്നു ദൈവത്തിൻ്റെ നീതി. നിങ്ങൾ നീതിയിൽ നിന്ന് വീണ് കിടക്കുകയാണ്. 1-ാം അധ്യായത്തിൽ പുറജാതികളുടെ ലോകത്തെക്കുറിച്ച് പറഞ്ഞു. ദൈവത്തിൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ വരുന്നു. ദൈവത്തിൻ്റെ നീതി നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളിപ്പോൾ ദൈവ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യരല്ല. ദൈവത്തിൻ്റെ വെളിപാടുകൾ തള്ളിക്കളഞ്ഞവരാണ്. ദൈവം നിങ്ങളെ കൈവിട്ട അവസ്ഥയാണ്. നിങ്ങൾ പാപം ചെയ്യുന്നു മാത്രമല്ല, പാപം ചെയ്യുന്നവരിൽ സന്തോഷിക്കുകയും ചെയ്യും. ഇത് കേട്ടുനിന്ന യഹൂദന്മാർ പരിഹസിച്ചുണ്ടാകാം പുറജാതികളെ. ഒരു പക്ഷേ അവർ തന്നെത്താനെ സന്തോഷിച്ച് കാണാം. നമ്മളേതായാലും ഇത്ര അധംപതിച്ചിട്ടില്ല, ഇത്ര തരം താഴ്ന്നിട്ടില്ല. ദൈവം നമ്മളെ ഒരു വിധത്തിൽ ഈ വിധത്തിൽ കൈകാര്യം ചെയ്യില്ല. നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, വിശുദ്ധ സമൂഹമാണ്. പൗലോസ് ഉടൻ തന്നെ യഹൂദ ജനത്തെ ഉൾപ്പെടുത്തി അവരോടും പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥ ഇതിലും പരിതാപകരമാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ കിട്ടിയവരും യഹൂദൻ എന്ന പേരുള്ളവരും ദൈവം തന്നെ നിങ്ങൾക്ക് നൽകിത്തന്നു. ദൈവത്തെ വിശുദ്ധമായ ഉത്തരവാദിത്തങ്ങളുള്ളവരാണ്. ലോകത്തിൽ ദൈവത്തെ അറിയാത്ത ജനതയ്ക്ക്, ജാതികൾക്ക് നിങ്ങൾ പ്രകാശമാകേണ്ടവരാണ്, വഴി കാട്ടേണ്ടവരാണ്, അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടവരാണ്. പക്ഷെ നിങ്ങൾ ഈ പദവികളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിട്ടും നിങ്ങൾ തകർന്നടിഞ്ഞു. ചില ചോദ്യങ്ങളുടെ മുമ്പാകെ ഉയർത്തി. ഒരു പ്രതിക്കൂട്ടിൽ എന്ന പോലെ അവരെ നിർത്തി മുമ്പിൽ നിന്നുകൊണ്ട് പൗലോസ് അവരോട് ചോദിച്ചു, ദൈവം നിങ്ങൾക്ക് ദൈവത്തെ തന്നെ നൽകി തന്നു, ഉന്നതമായ യോഗ്യതകളും പദവികളും നൽകി തന്നു, ഉത്തരവാദിത്വം തന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ ബാധ്യതയായി മാറി. ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ വാങ്ങി സ്വീകരിച്ചു. പക്ഷേ അതിനൊത്തവണ്ണം നിങ്ങൾക്ക് ജീവിക്കാൻ പരാജയപ്പെട്ടു. അതുകൊണ്ട് പൗലോസ് അവരോട് വ്യക്തമായി ചോദിച്ചു, അന്യനെ ഉപദേശിക്കുന്നവനെ, നിനക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. കാരണം ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം നിനക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന് ലഭിച്ചവനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞവനാണ്. ന്യായപ്രമാണത്തിൽ പഠിച്ചവനാണ്. ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവനാണ്. ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ വഴികൾ അറിയാവുന്നവനാണ്. ദൈവം നിങ്ങൾക്കാണ് തന്നെ ഏൽപ്പിച്ചത് അവൻ്റെ വഴികൾ. എന്തിന്? മറ്റുള്ളവർക്ക് വഴികാട്ടുവാൻ, മറ്റുള്ളവർക്ക് പ്രകാശം ചൊരിയുവാൻ. പക്ഷെ നീ എന്താ ചെയ്തത്? നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം നിനക്കൊരു വലിയ ബാധ്യതയായി തീരുകയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്, നീ അന്യനെ ഉപദേശിക്കുന്നു, നീ സ്വയം നിന്നെ എന്തുകൊണ്ട് കണ്ടില്ല? മോഷ്ടിക്കരുത് നീ പ്രസംഗിക്കുന്നു, പക്ഷെ നീ തന്നെ മോഷ്ടിക്കുന്നില്ലേ? വ്യഭിചാരം ചെയ്യരുത് എന്ന് നീ പറയുന്നു, പക്ഷെ നിൻ്റെ കുടുംബജീവിതം എങ്ങനെയുണ്ട്? നീ നിൻ്റെ ഭർത്താവിനോട്, ഭാര്യയോട് വിശ്വസ്തനാണോ, വിശ്വസ്തയാണോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർ ചെയ്യുകയാണോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുകയാണോ? ദൈവത്തെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതിന് പകരം നീ ദൈവവചന വിരോധമായി ജീവിക്കുന്നതിലൂടെ ദൈവത്തെ നീ അപമാനിക്കുകയാണോ? ഇതിന് വളരെ ശക്തമായിട്ട് ചോദിച്ചു. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, അതിൻ്റെ എസ്കേലിൻ്റെ പുസ്തകത്തിലും കാണുന്ന ഒരു വിഷയം ഇവിടെ പരാമർശിച്ചു. നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടുന്നു. നിങ്ങൾ നിമിത്തം, നിങ്ങളുടെ ജീവിതം നിമിത്തം ഭയാനകമായ പ്രത്യാഘാതമാണ്. തകർന്നടിച്ച ജീവിതം നിമിത്തം അവർക്ക് മാത്രമല്ല, അവിടെ ചുറ്റുമുള്ള ലോകത്തിനും ദൈവത്തെ അപമാനിക്കാൻ അവർ ഇടവരുത്തി. അവരുടെ ഒരു പരസ്പര വിരുദ്ധമായ വൈരുദ്ധ്യം നിറഞ്ഞ ജീവിതം, ചേർച്ചയില്ലാത്ത ജീവിതം, സ്ഥിരതയില്ലാത്ത ജീവിതം. ഒന്ന് പറയും, വേറെ തരത്തിൽ പ്രവർത്തിക്കും. ദൈവമേ എന്ന് വിളിക്കും, പക്ഷേ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കും. ഈ വിധത്തിലുള്ള ജീവിതം നിമിത്തം ദൈവനാമമാണ് ദൂഷിക്കപ്പെട്ടത്. അത് വളരെ വ്യക്തമായി കാണിച്ചു കൊടുത്തു. ദൈവം നിങ്ങളുടെ കൈകളിൽ തൻ്റെ നാമം ഏൽപ്പിച്ചു. നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, സൂക്ഷിക്കേണ്ടതാണ്. അത് പരിശുദ്ധമായ നാമമാണ്. നിങ്ങളുടെ ജീവിതം കൊണ്ട് ആ നാമത്തെ ലോകത്തിന് വെളിപ്പെടുത്തേണ്ടതാണ്. നിങ്ങളുടെ ജീവിതം പ്രധാനമാണ്. പ്രസംഗിച്ചാൽ മാത്രം പോരാ, ജീവിക്കുകയും കൂടി വേണം. പക്ഷെ നിങ്ങൾ പരാജയപ്പെട്ടു. ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു, ഉപേക്ഷിച്ചു. അപ്പോൾ ഈ കാലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, ചരിത്രങ്ങളോട് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ദൈവത്തിന് വിരോധമായി നിന്നവർ മനോഭാവത്തിലും ധാരണകളിലും ഒരു തിരുത്തലുകൾക്കും തയ്യാറാകാത്ത ദുഷ്ട അവിശ്വാസികളല്ല ദൈവത്തിന് വിരോധമായി തീർന്നിട്ടുള്ളവർ. പിന്നെ ആരാണ്? ദൈവത്തിൻ്റെ കാര്യത്തിൽ ഒരു പിന്തുണയും ദൈവത്തിന് നൽകാത്ത വിശ്വാസികളെന്ന് പറയുന്നവരാണ് ദൈവത്തെ ഏറ്റവും അധികം വേദനിപ്പിച്ചിട്ടുള്ളത്.
ഒരു വ്യക്തി ഇപ്രകാരം പറഞ്ഞു, നിൻ്റെ സ്വന്തം ശിഷ്യന്മാരായിരിക്കും നിന്നെ വേദനിപ്പിക്കുന്നത് മറ്റാരേക്കാളും കൂടുതലായി. സ്വന്തം ജനങ്ങൾ തരുന്ന മുറിവുകൾ. ദൈവം ആരെ ആശ്രയിച്ചു, വിശ്വസിച്ചു. ആശ്രയിച്ചു പറഞ്ഞാൽ ദൈവം തന്നെ തൻ്റെ നാമം അവരെ ഫലമേൽപ്പിച്ചു, തൻ്റെ വഴികൾ അവരെ ഏൽപ്പിച്ചു. അവരാണ് ഏറ്റവും അധികം ദൈവത്തെ വേദനിപ്പിച്ചത്. ഇപ്പോൾ പുറജാതികളുടെ ലോകത്തിലുള്ളവർ വിഗ്രഹാരാധനയിലും ദുർനടപ്പിലും അകൃത്യങ്ങളിലും അന്യായങ്ങളിലും ഒക്കെ ജീവിച്ചപ്പോൾ ദൈവനാമം മനുഷ്യരുടെ നടുവിൽ അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ല. പകരം ദൈവത്തിൻ്റെ സ്വന്തം ജനം യഹൂദന്മാർ ഈ പാപങ്ങളിൽ മുന്നേറിയപ്പോൾ, ഈ പാപങ്ങളിൽ ജീവിച്ചപ്പോൾ ദൈവനാമം പരിഹസിക്കപ്പെട്ടു, കളിയാക്കപ്പെട്ടു. ഈ വിഷയം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് ചിന്തിക്കാം. ദൈവനെ പഠിക്കുമ്പോഴെല്ലാം കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതം കൂടി നമ്മൾ കാണണം. കാരണം വചനം ഒരു കണ്ണാടിക്ക് സമമാണ്. ദൈവത്തിലുള്ള നമ്മുടെ അവസ്ഥകളും നമ്മുടെ ജീവിതത്തെയാണ് ദൈവം കാണിച്ചു തരുന്നത്. നമുക്ക് വിശുദ്ധമായ ഒരു സ്ഥാനം ലഭിച്ചവരാണ് ക്രിസ്ത്യാനി. യെശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞപ്പെട്ട ആ പ്രധാനപ്പെട്ട നാമം വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനി, ക്രിസ്തുവിൻ്റെ അനുയായി. സുപ്രധാനമായ പരിശുദ്ധമായ ഗ്രന്ഥം നമുക്ക് ഏൽപ്പിക്കപ്പെട്ടു, പുതിയ നിയമഗ്രന്ഥം. ദൈവം പരിശുദ്ധനായ ദൈവം നമുക്ക് തന്നെ ഏൽപ്പിച്ചു. കർത്താവ് യേശു ക്രിസ്തുവുമായി നമ്മളെ ചേർത്തു, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാക്കി മാറ്റി. കൂടാതെ പരിശുദ്ധമായ ഉത്തരവാദിത്വം നമുക്ക് നൽകപ്പെട്ടു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കേണ്ട ജീവിതം, നമ്മുടെ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ വ്യക്തമായി നൽകപ്പെട്ടു. നാം ഇതിലെല്ലാം പ്രശംസിക്കുന്നു, ഇതിലെല്ലാം സന്തോഷിക്കുന്നു. പക്ഷേ നാം ജീവിക്കേണ്ട നിലവാരത്തിനനുസരിച്ച് ജീവിക്കുന്നില്ല. ക്രിസ്ത്യാനി എന്ന നാമത്തിനൊത്തവണ്ണം വിളിച്ച വിളിക്ക് യോഗ്യമായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. പുതിയ നിയമം അനുസരിക്കാൻ നമ്മൾ വിസമ്മതിക്കുന്നു. ദൈവത്തെ നമ്മുടെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തുവാൻ നാം പരാജയപ്പെടുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? നാം നിമിത്തം ദൈവത്തിൻ്റെ നാമം അവിശ്വാസികളുടെ ലോകത്തിൽ അപമാനിക്കപ്പെടുകയാണ്. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ യഹൂദന്മാരുടെ ഈ പാപസംബന്ധമായ അവസ്ഥ, പാപകരമായ നില അവർക്ക് വ്യക്തമായി കാണിച്ചു കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങളുടെ പാപനിമിത്തം ദൈവനാമം അപകീർത്തിപ്പെടുകയാണ്. പുറജാതികളുടെ ലോകത്തിൻ്റെ പ്രകാശമായി നിങ്ങളെ ദൈവം വിളിച്ചുവെങ്കിലും നിങ്ങൾ നിമിത്തം ദൈവനാമം അപകീർത്തിപ്പെടുകയാണ്. ആ ഒരു കുറ്റാരോപണത്തിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. നിങ്ങൾ ആത്മീകമായിട്ടും മതപരമായിട്ടും പുറജാതികളെക്കാളും ഉന്നമനം ഉള്ളവരാണ്, ഔന്നത്യത്തിലാണ് നിങ്ങൾ പറയുന്നു. പക്ഷെ നിങ്ങളും പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുകയാണ്. ദൈവനീതി നിങ്ങൾക്കും ആവശ്യമാണ്. പല പദവികളും അനുഗ്രഹങ്ങളും കൃപകളും ലഭിച്ചവരാണ്. പക്ഷെ നിങ്ങൾ കിടക്കുന്നത് ദൈവകൃപയ്ക്ക് ആവശ്യത്തിലാണ്. ഇത് വ്യക്തമായി അവർ കാണിച്ചു കൊടുത്തു. ദൈവനെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം നമുക്ക് കാണിച്ചിരുന്ന നമ്മുടെ ആവശ്യം എന്താണ്. അപ്പോൾ ഇതിലൂടെ പൗലോസ് വ്യക്തമായി യഹൂദന്മാരുടെ കൂട്ടത്തിൽ രണ്ട് കൂട്ടരെയാണ് നമ്മൾ ഇതിലേക്ക് കണ്ടത്. ധാർമ്മികമായ നന്മയുള്ളവർ എന്ന് സ്വയം വിചാരിച്ചവർ. അവർ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളിലൂടെ, പുണ്യപ്രവൃത്തികളും ദാനധർമ്മങ്ങളും പരസ്പരം സഹായിക്കുന്നതിലൂടെ ധാർമ്മികമായി നാം യോഗ്യരാണ്, ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടാൻ, ദൈവം നമ്മളെ സ്വീകരിക്കാൻ നാം യോഗ്യരാണെന്ന് ചിന്തിച്ചവർ. പലതും ഇല്ല, ഒരിക്കലുമല്ല. നിങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണിക്ക് സമാനമാണ്. രണ്ടാമത്തെ കൂട്ടർ യഹൂദന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ കണ്ടത് ആഴമേറിയ മതഭക്തി കൊണ്ട് നടന്നവർ. അവരോടാണ് പൗലോസ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ആഴമേറിയ മതഭക്തിയും ആത്മീയതയും നിങ്ങൾ പറയുന്ന ഇവയുണ്ട്, ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടില്ല. ഇതിനൊക്കെ തന്നെ നാം വളരെ വ്യക്തമായി ഈ വിഷയം കണ്ടു കഴിഞ്ഞു. ധാർമ്മികമായ സദാചാരമായ വിശുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പരാജയം. ഇപ്പോൾ ആഴമേറിയ ആത്മീക മതഭക്തിയുടെ പേരിൽ നിൽക്കുന്നവർ. കർത്താവ് യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം ഈ ആഴമേറിയ ആത്മീയതയും മതഭക്തിയും കൊണ്ട് നടക്കുന്നവരെയല്ല ദൈവം തേടുന്നത്. ശ്രദ്ധയോട് നമ്മൾ മനസ്സിലാക്കണം, ഇത് ഭക്തി വേണ്ടെന്നല്ല, പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്. ഇപ്പോൾ കർത്താവ് യേശു ന്യായ ദിവസത്തിൽ ഒരു കൂട്ടം ജനങ്ങൾ തൻ്റെ അടുക്കൽ വന്ന് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗ്ഗത്തിൽ കടക്കുന്നത്. അപ്പോൾ ഈ ന്യായ ദിവസത്തിൽ ഒരു കൂട്ടർ കർത്താവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയും, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്ത് പറയും. ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പടുത ബുദ്ധിയുള്ള മനുഷ്യരുടെ തുല്യനാകും. മതപരമായി ആത്മീയമായി ചെയ്ത കർമ്മങ്ങൾ ആ പട്ടിക നിരത്തിക്കൊണ്ട് ദൈവം മുമ്പിൽ വന്ന് ദൈവത്തിൻ്റെതായ രക്ഷയ്ക്ക് വേണ്ടി അവകാശപ്പെടുകയാണ്. അങ്ങനെ ഒരു കൂട്ടരാണ്. അത് യഹൂദന്മാരെ കാണിച്ചു തരികയാണ് കർത്താവ്. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും
നാം ചെയ്യുന്ന ആത്മീകവും മതപരവുമായ ഭക്തിയുടെ പ്രകടനങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ദൈവമുമ്പിൽ നമ്മുടെ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദൈവം അതല്ല നമ്മൾ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ നിങ്ങൾ ചെയ്യണം. തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഭക്തരാകരുതെന്നല്ല പറയുന്നത്. ദൈവഭക്തി ബൈബിളിൽ വളരെ സുപ്രധാന വിഷയമാണ്. ദൈവഭയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു അനുഗ്രഹം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അതിന് വിരോധമായിട്ടല്ല ഇവിടെ നമ്മൾ പറയുന്നത്. ദൈവഭക്തി മനുഷ്യന് വേണം. ദൈവത്തോടുള്ള യഥാർത്ഥമായ ഭക്തിയും നിർമ്മലമായിട്ടുള്ള ഏകാഗ്രമായ ഭക്തിയും മനുഷ്യന് ആവശ്യമാണ്. ഭക്തി എന്ന വാക്ക് ദൈവം ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ട് അതിന് അശുഭ സൂചകമായൊരർത്ഥമില്ല. ശരിയായ അർത്ഥമാണുള്ളത്. ബൈബിളിലെ എഴുത്തുകാർ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1 അധ്യായം 27 വാക്യം. യാക്കോബിൻ്റെ 1 ലേഖനത്തിൻ്റെ യാക്കോബിൻ്റെ ഒരു ലേഖനമേ ഉള്ളൂ. അതിൽ 1 അധ്യായത്തിൻ്റെ 27 വാക്യത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി, ഇംഗ്ലീഷിൽ റിലീജിയൻ, ശുദ്ധവും നിർമ്മലമായ റിലീജിയൻ, ഭക്തിമാർഗം എന്താണ്? അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാണ്. ഇതാണ് ഭക്തി. അപ്പോൾ യവനവാക്ക്, ഭക്തി എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന യവനവാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മുടെ ബാഹ്യമായ ഘടകങ്ങൾ. അതായത് നമ്മളും ദൈവവും തമ്മിൽ ആന്തരികമായൊരു ബന്ധമുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ബാഹ്യമായി വെളിപ്പെടുന്ന ഘടകങ്ങളാണ് ഈ ഭക്തിയിൽ പ്രതിഫലിക്കേണ്ടത്. പുറമേ മാത്രമുള്ള ഭക്തിയല്ല. യഹൂദന്മാരെ പോലെ തെരിക്കോണിൽ നിന്ന് കൈയുയർത്തി ഉറക്കെ പ്രാർത്ഥിക്കുന്നു, ഇവിടെ വസ്ത്രങ്ങളുടെ വീതി കൂട്ടുന്നു, മന്ത്രപ്പട്ടയുടെ വീതി കൂട്ടുന്നു. ആ പുറമേ ബാഹ്യമായി എടുത്തണിയുന്ന വേഷമാകരുത് ഭക്തി. ഉള്ളിൽ ദൈവവുമായി ഉണ്ടായിരിക്കുന്ന ബന്ധത്തിൻ്റെ പുറമേയുള്ള പ്രത്യക്ഷമായ പ്രതിഫലനമാണ് ഭക്തി. അതാണ് അനാഥരെയും വിധവമാരെയും ചെന്ന് കാണുന്നത്. അനാഥമാരെയും വിധവമാരെയും ചെന്ന് കാണുന്നതും ഉണ്ടാകുന്നതല്ല ഭക്തി. ദൈവത്തോട് യഥാർത്ഥമായ ബന്ധമുള്ളവർ അവരുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള അവരുടെ ബന്ധം പുറമേ അവരിങ്ങനെയുള്ള സൽപ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തും. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഭക്തി എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നാം നമ്മുടെ ഭർത്താവിനോടോ ഭാര്യയോടോ നമുക്ക് സ്നേഹമുണ്ടെന്ന് പറയുകയും പക്ഷേ അവരോട് ആ സ്നേഹം പ്രകടമാക്കുകയും ചെയ്യാതിരുന്നാൽ, അവരുടെ ഓരോ ആവശ്യ സമയത്ത് അവരോടുള്ള സ്നേഹം നമ്മൾ പ്രകടമാക്കാതിരുന്നാൽ നമ്മൾ ഉണ്ടെന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടും. സ്നേഹമുണ്ടെന്ന് പറയുന്നു, പക്ഷെ അവർ വീഴുമ്പോൾ താങ്ങുന്നില്ല. അവർക്ക് ആവശ്യമുള്ള ആഹാരം എടുത്തു കൊടുക്കുന്നില്ല. അവർക്ക് വേണ്ട ഒരു കാര്യങ്ങളും നമ്മൾ സഹായം ചെയ്തു കൊടുക്കുന്നില്ല. ദിവസം 6 പ്രാവശ്യം 20 പ്രാവശ്യം 50 പ്രാവശ്യം സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർക്ക് ആവശ്യമുള്ളതൊന്നും ഞാൻ ചെയ്തു കൊടുക്കാതിരിക്കുമ്പോൾ നാം ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്നേഹം ചോദ്യം ചെയ്യപ്പെടും. അത് സത്യമാണോ, പരമാർത്ഥമാണോ, ആത്മാർത്ഥമാണോ? ഇപ്പോൾ നാം വാസ്തവത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് നമ്മുടെ സ്നേഹം അവൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ടും അവനെ പ്രസാദിപ്പിച്ചുകൊണ്ടും വെളിപ്പെടുത്തണം. കർത്താവിനോട് എനിക്കും നിങ്ങൾക്കും സ്നേഹമുണ്ട്, ദൈവത്തോട് നിങ്ങൾക്കും എനിക്ക് സ്നേഹമുണ്ട് എന്ന് നമ്മൾ പാട്ടുകളിലൂടെ നിരന്തരം പാടുന്നു, പറയുന്നു, ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ സ്നേഹം എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അനുസരിക്കണം. കർത്താവ് എന്താണ് നമ്മോട് പറഞ്ഞത് അതനുസരിക്കണം. കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന മാർഗം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ അനുസരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 15 ഭാഗത്തിൽ ക്രിസ്തു പ്രകാരം പറയുകയുണ്ടായി. യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നിട്ട് അതേ അധ്യായത്തിൻ്റെ 21 വാക്യം പറഞ്ഞു, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. കർത്താവ് യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അധരം കൊണ്ട് സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയുന്നു എങ്കിൽ നിങ്ങൾ തെളിയിക്കണം, എൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. എൻ്റെ കൽപ്പനകൾ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു തെളിയിക്കണം. ഇത് യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതുമ്പോൾ തൻ്റെ 1 ലേഖനത്തിൻ്റെ 5 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ യോഹന്നാൻ തന്നെ അവിടെ ഇങ്ങനെ പറയുകയുണ്ടായി, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. 2 ലേഖനത്തിൽ യോഹന്നാൻ എഴുതിയതിൻ്റെ 6 വാക്യത്തിൽ നാം അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. ഇപ്പോൾ കൽപ്പനകൾ അനുസരിക്കണം. ബാഹ്യമായിട്ട് നാം തെളിയിക്കണം പല പ്രവൃത്തികളിലൂടെ. ഇപ്പോൾ യാക്കോബ് പറഞ്ഞു, പിതാവിൻ്റെ മുമ്പാകെ നിർമ്മലവും സത്യസന്ധമായ ഭക്തി എന്താണ്? അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ നിന്ന് കാണുന്നതും ലോകത്തിലെ കളങ്കം പറ്റാതെ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കണം. ബാഹ്യമായ പ്രവൃത്തി മാത്രം പോരാ, അത് ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വരണം. ഇതാണ് ഭക്തി. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ബാഹ്യമായി ഉണ്ടാകുന്ന ഈ പ്രകടനങ്ങൾ, ഈ അനുഭവങ്ങൾ, ഈ ശുശ്രൂഷകൾ.
പക്ഷേ അതേസമയത്ത് പൗലോസ് ഇവിടെ പറയുന്നത് എന്താണ്? പൗലോസ് നിങ്ങൾ ഭക്തരായതുകൊണ്ട് മാത്രമായില്ല. കാരണം 2 തരത്തിലുള്ള ഭക്തി മാർഗമുണ്ട്. ഒന്ന് പിതാവിൻ്റെ മുമ്പാകെ നിർമ്മലവും പരിശുദ്ധവുമായ ഭക്തി, യാക്കോബ് 1:27. അതേസമയത്ത് കപടഭക്തിയുണ്ട്. കപടമായ ഭക്തികൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം നമ്മൾ കണ്ടതുപോലെ കർത്താവിനോട് ബന്ധമില്ല. ഞാൻ നിങ്ങളെ അറിയുന്നില്ല, പക്ഷേ പുറത്ത് പ്രവൃത്തികളുണ്ട്. വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, അന്യഭാഷ സംസാരിക്കുന്നു, വെള്ളയും ധരിച്ച് നടക്കുന്നു. യേശു എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളും ഞാനുമായിട്ടൊരു ബന്ധമില്ല. ഇത് ബാഹ്യമായ വെറും ആചാരാനുഷ്ഠാനവും ബാഹ്യമായുള്ള അലങ്കാരം മാത്രമാണ്. ഉള്ളിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് അതൊരു ബന്ധമില്ല. കൊലോസ്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 23-ാം വാക്യം. കൊലോസ്യർ 2:21 പറഞ്ഞു, അവിടെ ലോകപ്രകാരമുള്ള അല്ലെങ്കിൽ മാനുഷ്യ കൽപ്പനകൾ ഉപദേശങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിൽ ശരീരത്തിൻ്റെ ഉപേക്ഷയിൽ രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത് ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. അവിടെ കപടമായ മാനുഷികമായിട്ടുള്ളൊരു ഭക്തിയെ കാണാം. ആ ഭക്തി കൊണ്ട് പ്രയോജനമില്ല. കാരണം ഇവർക്ക് ദൈവത്തോടുള്ള ബന്ധമില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കുന്നതാണ്. അപ്പോൾ മറക്കരുത്, ദൈവം എന്താണ് നമ്മുടെ ഇന്ന് ആവശ്യപ്പെടുന്നത്, അത് നൽകാൻ നാം തയ്യാറാകണം. ഉള്ളിൽ നമുക്ക് ദൈവത്തോട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ബാഹ്യമായ ഈ കർമ്മങ്ങൾ കൊണ്ട് കാര്യമുള്ളൂ. ഇതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ഭക്തി തെറ്റല്ല, ശരിയായ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പാഠത്തിൽ.